നമ്മക്കേ ഈ വൈകുന്നേരം എന്തെങ്കിലും ഒരു തണുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമല്ലേ. അതിന്നത്തെ നമ്മളെ റെസിപ്പി ഇളനീർ പുഡിംഗ് ആണ് കേട്ടോ. ഞാൻ 2 ഇളനീര് എടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ തിളപ്പിച്ചെടുക്കുക. ഈ സമയം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഷുഗർ തോന്നിഷ്ടമാണെങ്കിൽ തോന്നിട്ടോളി. എന്നിട്ട് പിന്നെ നമ്മൾ ചൈന ഗ്രാസ് ഇല്ലേ, അതെന്ത് ചെയ്യണം, നമ്മളൊരു 10 മിനിറ്റ് എന്ത് ചെയ്യണം, ഒന്നും കൊണ്ട് കുതിർത്താൻ വെക്കണം. എന്നിട്ട് പിന്നെ ഈ തിളച്ച് വരുന്നതേക്ക് ഈ കുതിർത്ത ചൈന ഗ്രാസ് ഉണ്ടല്ലോ കുറച്ച് ആഡ് ചെയ്ത് കണ്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതേപോലെ ഒരു പച്ച വെള്ളമായി കിട്ടും. എന്നിട്ട് പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ട്രാക്ക് ഒഴിച്ച് കണ്ട് ഒന്നങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ ഇളനീരുണ്ടല്ലോ ഒന്ന് നന്നായി ഒന്നും കണ്ട് എന്ത് ചെയ്യുക, അരച്ചെടുക്കുക. സെറ്റ് ചെയ്ത് കണ്ടോ, നമ്മളിത് എന്ത് ചെയ്യണം, സ്ക്വയർ ആക്കി കണ്ടെന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് കിട്ടും നമുക്ക്. എന്നിട്ട് പിന്നെ നമ്മൾ വേറൊരു പാൻ എടുത്തുകൊണ്ട് അതിലൊരു കപ്പ് പാലൊഴിച്ച് കണ്ട് എന്ത് ചെയ്യുക, ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതങ്ങോട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മളെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ അത് നമ്മളെ ഷുഗർ അനുസരിച്ചാണ് കേട്ടോ, അതും കൂടി ആഡ് ചെയ്തെടുക്കാണ്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ച ഇളനീരുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. വേറൊരു പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തും കൂടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആഡ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് ഒഴിച്ച് കണ്ട് ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ ഡെക്കറേഷന് വേണമെങ്കിൽ കുറച്ച് ആൽമണ്ടൊക്കെ ഇട്ടോളി, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇട്ടോളി, പിസ്തൊക്കെ ഇട്ടോളി, ഒന്നും കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ നമ്മളിത് എന്ത് ചെയ്യണം, ഒരു 6 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക. സംഭവം സെറ്റാണ്, ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കിക്കാണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.